നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 548th day. Today പ്രഥമസ്കന്ധം 2nd chapter 19th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 548ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. തഥാരജസ്ഥമോ ഭാവ കാമലോഭാദയശ്ചയേ ചേതയേ ധീരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഓം തത്സത്. തഥാരജസ്ഥമോ ഭാവോ കാമലോഭാദയശ്ചയേ ചേതയേ ധീരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഓം തത്സത്. പറയുകയാണ്, ഇപ്രകാരം ഉറച്ച ഭക്തി ഉണ്ടാകുമ്പോൾ, ഭക്തി നമ്മിൽ ലയിക്കുമ്പോൾ രജസ് തമസ് എന്നീ ഗുണങ്ങൾ ഇല്ലാതാകുന്നു. രജോ ഗുണവും തമോ ഗുണവുമാണ് നമ്മിൽ കാമലോപാധികൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ രജസ്തമോ ഭാവം ഇല്ലാതാവുമ്പോൾ കാമം, ലോഭം ഇങ്ങനെയുള്ള ദുഷ്ചിന്തകളും ആഗ്രഹങ്ങളും അത്യാർത്ഥികളും എല്ലാം ഇല്ലാതാവുകയും അങ്ങനെ കാമം, ലോഭം ഇവയെല്ലാം, ലോഭം എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി, കാമം എന്ന് പറഞ്ഞാൽ മോഹം, വേണം എന്ന് വീണ്ടും വീണ്ടും ലഭിക്കണമെന്നുള്ള മോഹം, അതെല്ലാം ഇല്ലാതാകും. അങ്ങനെ ആവക വൃത്തികൾ നശിച്ചു കഴിയുമ്പോൾ നമ്മിൽ സത്വഗുണം വർദ്ധിക്കുകയും ആ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവുകയും ചെയ്യും. മനസ്സ് ചാഞ്ചല്യമില്ലാതെ ഇളക്കമില്ലാതെ ഭഗവാനിൽ സ്വരൂപത്തിൽ തന്നെ ധ്യാനിച്ച് പരമമായ ആനന്ദം ലഭിക്കുവാൻ ഇടവരും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. സത്വത്തിൽ സ്ഥിതം, അതായത് സത്വേ സ്ഥിതം എന്ന് പറഞ്ഞാൽ സത്വത്തിൽ നിലനിൽക്കുന്നതായ ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. വേറെ അർത്ഥം അത്ര, അതായത് നാം ഇളക്കമില്ലാത്ത ഭക്തി, ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ കീർത്തിക്കുകയും ഭക്തന്മാരെ സേവിക്കുകയും ഭഗവാനുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മിൽ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവുകയും ആ ഭക്തി നിമിത്തം നമ്മുടെ ജന്മവാസനയായിട്ടുള്ള രജോ ഗുണവും തമോ ഗുണവും നശിക്കുകയും ചാഞ്ചല്യമില്ലാത്ത ഇളക്കമില്ലാത്ത മനസ്സ്, ഭഗവത് ഭക്തിയോടുകൂടിയ മനസ്സുണ്ടാവുകയും സത്വഗുണത്തോടു കൂടിയ മനസ്സ് ലഭിക്കുകയും അങ്ങനെ അതിലൂടെ നമുക്ക് പരമമായ തൃപ്തിയും ഭക്തിയും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തഥാരജസ്ഥമോ ഭാവ കാമലോഭാദയശ്ചയേ ചേതയേ ധീരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.